വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയതോടെ നിലമ്പൂരിൽ മുന്നണികൾ കണക്കുകൂട്ടലിലാണ്. കീഴ്ഘടകങ്ങളിൽ നിന്നുള്ള പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം വിജയിച്ച് കയറുമെന്ന പ്രതീക്ഷയിലാണ് LDFും UDFും. കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് NDA ക്യാമ്പ്. 15,000-നും 20,000-നും ഇടയിൽ വോട്ടുകൾ നേടാൻ കഴിയുമെന്നാണ് PV അൻവറിന്റെ പ്രതീക്ഷ. മെച്ചപ്പെട്ട പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയതോടെ വിജയസാധ്യതയിലേക്കുള്ള കൂട്ടലിലും കിഴിക്കലിലുമാണ് നിലമ്പൂരിൽ മുന്നണികൾ. ഭരണവിരുദ്ധ വികാരം നിലനിൽക്കെ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് UDFിന്റെ വാദം. വിവാദ വിഷയങ്ങൾ ഒരുപാടുണ്ടായിരുന്നുവെങ്കിലും അതൊന്നും തങ്ങളുടെ വോട്ടിനെ ബാധിച്ചിട്ടില്ലെന്നും UDF വിലയിരുത്തുന്നു. മണ്ഡലത്തിൽ സമീപകാലത്തെങ്ങുമില്ലാത്ത തരത്തിൽ മുന്നണിയിലെ കെട്ടുറപ്പുണ്ടായത് തന്നെയാണ് UDFിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. ഷൗക്കത്തിനെ വിജയിപ്പിക്കാൻ മുസ്ലിം ലീഗ് അരയും തലയും മുറുക്കി രംഗത്തെത്തിയതോടെ 15,000-ൽ കുറഞ്ഞ ഭൂരിപക്ഷം UDF പ്രതീക്ഷിക്കുന്നില്ല. ഇതുവരെ ഉണ്ടായിരുന്ന തർക്കങ്ങൾക്കൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനമില്ലെന്ന് പാണക്കാട് തങ്ങൾമാർ തന്നെ കുടുംബയോഗങ്ങളിലെത്തി അണികളെ ബോധ്യപ്പെടുത്തിയിരുന്നു. UDFിന്റെ ശക്തി കേന്ദ്രമായി വിലയിരുത്തപ്പെടുന്ന മണ്ഡലത്തിൽ ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ നിയമസഭയിൽ എത്തിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDF. M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം ഇതിന് വലിയ ഗുണം ചെയ്തതായി LDF വിലയിരുത്തുന്നു. ന്യൂനപക്ഷ വോട്ടുകളിലടക്കം വലിയ സ്വാധീനം ചെലുത്താൻ സ്വരാജിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് LDF. PV അൻവർ പിടിക്കുന്ന വോട്ടുകളിൽ ഏറിയ പങ്കും UDF അനുകൂല വോട്ടുകളായിരിക്കുമെന്നും LDF കണക്കുകൂട്ടുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ UDF പിന്തുണ, പെൻഷൻ വിവാദം, മലപ്പുറം വിവാദം എന്നിവയെല്ലാം അനുകൂല ഘടകങ്ങളാകും. നിലമ്പൂർ നഗരസഭയിലും അമരമ്പലത്തും പോത്തുകല്ലിലും മികച്ച ലീഡാണ് LDF പ്രതീക്ഷിക്കുന്നത്. UDF ലീഡ് ചെയ്യാൻ സാധ്യതയുള്ള മറ്റു പഞ്ചായത്തുകളിൽ UDFിന്റെ വോട്ടുകൾ പിളർത്താൻ അൻവർ നിർണായക ഘടകമാകുമെന്നും LDF പ്രതീക്ഷിക്കുന്നു. 15,000-നും 20,000-നും ഇടയിൽ വോട്ടുകൾ നേടാൻ കഴിയുമെന്നാണ് PV അൻവറിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ വോട്ടുകളിൽ ഗണ്യമായ വർധനവുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് NDA ക്യാമ്പ്. ന്യൂസ് മലയാളം, നിലമ്പൂർ.